അഭിമന്യു വധക്കേസിൽ കാണാതായ രേഖകളുടെ പകർപ്പുകൾ ഒത്തുനോക്കി ആധികാരികത ഉറപ്പാക്കാൻ ഹൈക്കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയാണ് അനുവദിച്ചിട്ടുള്ള സമയം. വിഷയത്തിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇത്തരത്തിൽ ഒത്തുനോക്കാൻ, രേഖകൾ പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അഭിലാഷ്, ഇന്ന് 2:30 രേഖകൾ പരിശോധിച്ച് ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷം റിപ്പോർട്ട് കോടതിയെ അറിയിക്കണമെന്നാണ് ഉത്തരവുള്ളത്. എന്തായാലും ഇന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രോസിക്യൂഷനും പ്രതിഭാഗം വക്കീലും അടക്കം ഇരുന്നിട്ടായിരിക്കും ഇന്ന് രേഖകൾ പരിശോധിക്കുക. അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ഉണ്ടാകും. എന്തായാലും 11 രേഖകളാണ് കാണാതായത്. പ്രധാനമായ അഭിമന്യു കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ കുറ്റപത്രം, സാക്ഷികളുടെ മൊഴി അടങ്ങുന്ന 11 രേഖകളാണ് കാണാതായത്. ഇത് വലിയൊരു വിവാദമാവുകയും ചെയ്തിരുന്നു. പിന്നെ തുടർന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് ഇത്തരത്തിൽ രേഖകൾ കാണാതായി എന്നുള്ളൊരു ഹർജി പോകുന്നത്. പിന്നീട് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ തന്റെ പക്കലുള്ള കോപ്പികളുടെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്ന പ്രതിഭാഗത്തിന്റെ ഒരു ഹർജി പോയിരുന്നു. പ്രതിഭാഗം ഉന്നയിച്ചത് ഈ ഒരു ആധികാരികതയിൽ തങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. ഈ രേഖകൾ ഏതെങ്കിലും വിധത്തിൽ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഈ പ്രതികൾക്കെതിരായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ രേഖകൾ ഉപയോഗിക്കുമോ എന്നുള്ളൊരു സംശയം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സംശയമുണ്ടെങ്കിൽ പ്രതിഭാഗത്തിന്റെ കയ്യിലിരിക്കുന്ന രേഖകളും പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളും തമ്മിൽ ഒത്തുനോക്കി സംശയങ്ങളൊന്നുമില്ല എങ്കിൽ അതുടൻ തന്നെ കോടതിയെ അറിയിക്കണം എന്നുള്ളൊരു ഉത്തരവ് കോടതി ഇറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2:30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ളിൽ തന്നെ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ രേഖകൾ കാണാതായത് 2022-ലാണെന്നുള്ളൊരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.